ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. കുഞ്ഞുങ്ങളുടെ ആധാർ എൻറോൾമെന്റ് എങ്ങനെ ചെയ്യാം നമുക്കൊന്ന് കാണാം. അതേപോലെ കുഞ്ഞുങ്ങളുടെ ആധാർ കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ലൈവ് പ്രോസസ് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അതിന്റെ കൂടെ ഏതൊക്കെ ഡോക്യുമെന്റുകൾ കൊടുക്കേണ്ടി വരുമെന്ന് അതും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ കാണും. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. സോ കുഞ്ഞുങ്ങളുടെ ആധാർ കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക മൈ ആധാർ. സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒഫീഷ്യൽ ലിങ്ക് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇനി ഈ പോർട്ടലിന്റെ താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ബുക്ക് ആൻ അപ്പോയിന്റ്മെന്റ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. നമ്മളെ ഫ്രണ്ടിൽ രണ്ട് ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഫസ്റ്റ് വന്നിട്ട് മൊബൈൽ OTP, സെക്കൻഡ് വന്നിട്ട് ഇമെയിൽ OTP. നമുക്ക് മൊബൈൽ നമ്പർ ഓപ്ഷൻ ഈസിയാണ്, അപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആർക്കാണോ ലോഗിൻ ചെയ്യണോ അവരെ ആധാർ കാർഡിൽ കിടക്കുന്ന സെയിം പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡിൽ കാണുന്ന സെയിം ടു സെയിം ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP ടൈപ്പ് ചെയ്തിട്ട് അതിനുശേഷം അത്തന്റിക്കേറ്റ് വിത്ത് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ പോർട്ടലിന്റെ അകത്ത് ലോഗിൻ ആയി കഴിഞ്ഞു. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, സെൻഡർ അപ്പോയിന്റ്മെന്റ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ കാണുമ്പോൾ നേരത്തെ കാലം ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് സെലക്ട് ഏജ് ഗ്രൂപ്പ് കൊടുക്കണം. ഇവിടെ നമ്മൾ കാണുമ്പോൾ 3 ഓപ്ഷനുകൾ കാണിക്കും. ഇവിടെ നിങ്ങളെ പിള്ളേരിന്റെ വയസ്സ് എത്ര വയസ്സിന്റെ കാറ്റഗറിയിൽ വരുന്നു ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ 0 to 5 years, അഥവാ നിങ്ങളെ കുഞ്ഞിന്റെ വയസ്സ് 5 വയസ്സിന്റെ താഴെയാണെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ കാണുമ്പോൾ ഇവിടെ 5 വയസ്സ് to 18 വയസ്സിന്റെ അകത്തുള്ള ആരെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അഥവാ ആരെങ്കിലും അഡൽട്ട് ആണെങ്കിൽ അവർ 18 വയസ്സിന്റെ മുകളിലുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കുഞ്ഞിന്റെ വയസ്സ് വന്നിട്ട് 5 വയസ്സിന്റെ താഴെയാണ്. സോ ഞാനിവിടെ 0 to 5 years ഓപ്ഷന്റെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ നിങ്ങളെ വയസ്സ് ഏത് ഓപ്ഷനിൽ വരുന്നോ ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് സർവീസ് ടൈപ്പിൽ കാണുമ്പോൾ 3 ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഫസ്റ്റ് വൺ വന്നിട്ട് ഡെമോഗ്രാഫിക്, ബയോമെട്രിക്, ഡോക്യുമെന്റൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഹെഡ് ഓഫ് ഫാമിലിയുടെ എൻറോൾമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷൻ വന്നിട്ട് ഹെഡ് ഓഫ് ഫാമിലി ബേസ്ഡ് അപ്ഡേറ്റ്. ഇനി ഇവിടെ ആരെങ്കിലും മനസ്സുകളിൽ ഓരോ സംശയങ്ങൾ കാണും. ഏതാണെന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ഫാമിലി ഇല്ലാതെ നമുക്ക് എൻറോൾമെന്റ് പതിവ് ചെയ്യാൻ പറ്റൂലേ എന്ന് ഓരോ ക്വസ്റ്റ്യങ്ങൾ ഉണ്ടാകും. അത് കൃത്യമായിട്ട് നടക്കും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞത്. ഈ ഏജ് ഗ്രൂപ്പിൽ വന്നിട്ട് അതിന്റെ അക്കോർഡിംഗ് നമുക്ക് എല്ലാ കാര്യവും ക്ലിയർ ആകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു 5 വയസ്സിന്റെ താഴെയുള്ള ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവരെ പാരന്റ്സിന്റെ ആഡ് ആവാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരതും ഒരു ബയോമെട്രിക് എടുക്കുന്നുണ്ടാകും. അതോ അച്ഛനോ അതോ അമ്മേരെ ഏതെങ്കിലും ഒരാളുടെ നമുക്ക് എടുക്കണം. ഇതിന്റെ അകത്താണ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനുകൾ കാണിക്കുന്നത്. അതോ അവർ 5 വയസ്സിന്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്യുമെന്റ് ബേസ്ഡ് എൻറോൾമെന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ ഹെഡ് ഓഫ് ഫാമിലി ബേസ്ഡ് എൻറോൾമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് ഫോർ സെൻട്രൽ സെലക്ഷനിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് 2 ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും, ആധാർ സേവാ കേന്ദ്രന്റെ നമുക്ക് പിൻകോഡിലൂടെ സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളിവിടെ നിങ്ങളെ പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് ഇവിടെ കൊടുത്ത് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ അടുത്തൂടെ ഏതൊക്കെ സെന്ററുകളുണ്ടോ അതിവിടെ സെർച്ചായി കാണിക്കും. അതേപോലെ ഒരു ചില സമയം എന്താവുമെന്ന് വെച്ചാൽ ചിലവർ വില്ലേജ് സൈഡിലാണെങ്കിൽ അവരെ പിൻകോഡ് ഇവിടെ അടിക്കുമ്പോൾ കാണിക്കുന്നുണ്ടാകില്ല. അങ്ങനത്തെ സമയത്തിൽ നിങ്ങൾ ഏതാണ് വലിയ നാട്, ഏതാണ് വലിയ പോസ്റ്റ് ഓഫീസ്, അതിന്റെ പിൻകോഡ് ഇവിടെ നമുക്ക് കൊടുത്ത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിയറസ്റ്റ് ഏതാണ് ആധാർ സേവാ കേന്ദ്രം ഉണ്ടോ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളെ ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോയി എൻറോൾമെന്റ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിഫറെന്റ് പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് ഇവിടെ യൂസ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. സോ നമ്മൾ പിൻകോഡ് ഇവിടെ കൊടുത്തു. അതിനുശേഷം സെർച്ച് ബൈ പിൻകോഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുമ്പോൾ അതിന്റെ അക്കോർഡിംഗ് നമുക്ക് ഇവിടെ 2 സെന്ററിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് പോസ്റ്റ് ഓഫീസിന്റെ കാണാൻ പറ്റും. ഇത് വന്നിട്ട് ആധാർ സേവാ കേന്ദ്രന്റേത്. അതിനുശേഷം സെക്കൻഡ് സെന്റർ വന്നിട്ട് CSCയിലൂടെ ഓടുന്ന ഒരു സെന്റർ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 2 സെന്ററിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പാർക്കിംഗ് അവൈലബിലിറ്റി ഉണ്ട്. അതിനുശേഷം ഡിസബിൾ പേഴ്സണിന് വേണ്ടിയിട്ട് അവൈലബിലിറ്റി ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഇവിടെ ഡേറ്റും കാണാൻ പറ്റും. നമുക്ക് ഏതൊക്കെ ദിവസങ്ങൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഇവിടെ അവൈലബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതേപോലെ ഈ മാസത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡേറ്റുകൾ ഇവിടെ അവൈലബിൾ ആണോ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ടാകും. ഇതേപോലെ നിങ്ങൾക്ക് ഏത് ദിവസം അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണോ നമുക്ക് ഇവിടെ ബുക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ബുക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാലണ്ടർ ഓപ്ഷൻ ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന ഓരോ സ്പെസിഫിക് ഡേറ്റുകൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഹൈലൈറ്റ് ആവുന്ന ഓരോ ഡേറ്റുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ കാണിക്കുന്നുണ്ടാകും. ഇനി ഇതിന്റെ കൂടെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, സെലക്ട് സ്ലോട്ടിൻ്റെത്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ടൈമിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ആ ദിവസത്തിൽ ഏത് ടൈമിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കാണിക്കണം എന്നിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്താ വെച്ചാൽ ആ ദിവസത്തിൽ കുറെ ആൾക്കാർ വരുന്നുണ്ടാകും എൻറോൾമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആയിരിക്കുന്നോ ആ ടൈം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ 12 to 12:30 അകത്ത് നമുക്ക് അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴെ സെലക്ട് ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം കൺഫേം ആൻഡ് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളെ ഫ്രണ്ടിൽ ഈ ഒരു ഫോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഫോമിൽ നമുക്ക് എല്ലാ ഇൻഫർമേഷൻ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. ആർക്കാണോ ആധാർ കാർഡ് ക്രിയേറ്റ് ചെയ്യണോ അവരെ എല്ലാം കൊടുക്കണം. ഫസ്റ്റ് വന്നിട്ട് അവരെ പേര് ഇവിടെ കൊടുക്കണം. ഡോക്യുമെന്റിൽ ഏതാണ് പേരുള്ളത് അത് ഇവിടെ കൊടുക്കണം. എന്താ വെച്ചാൽ അതിന്റെ ഡോക്യുമെന്റ് പ്രൂഫ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇവിടെ കുഞ്ഞിന്റെ ഏത് ഡോക്യുമെന്റ് ഉണ്ടോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു ഡോക്യുമെന്റ് ഒന്നും കൂടുതൽ കാണത്തില്ല. അതുകൊണ്ട് ഇവിടെ ഗവൺമെന്റ് വന്നിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഏതാണെന്ന് വെച്ചാൽ അഥവാ നിങ്ങളിൽ ഒരു ഡോക്യുമെന്റ് അങ്ങനെ കൂടുതലൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഹെഡ് ഓഫ് ഫാമിലിയിലൂടെ നമുക്ക് എൻറോൾമെന്റ് ചെയ്യാൻ പറ്റും കുഞ്ഞിന്റെ. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അഥവാ കുഞ്ഞിന്റെ കാര്യത്തിൽ അവർക്ക് അഥവാ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്താവെന്ന് വെച്ചാൽ അവരെ അച്ഛന്റെയോ അതോ അമ്മേരെ ആരെങ്കിലും നമുക്ക് അത്തന്റിക്കേഷൻ ചെയ്താൽ നമുക്ക് എൻറോൾമെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് ഒരു ഡോക്യുമെന്റ് ഇല്ല. അതുകൊണ്ട് നമുക്കിവിടെ ബ്ലാങ്ക് ആയിട്ട് വിടാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാലണ്ടർ ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ഡേറ്റ്, മന്ത്, ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ കൂടെ നമുക്ക് ഇവിടെ പ്രൂഫ് ഓഫ് ബർത്ത് സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഡോക്യുമെന്റുകൾ കാണിക്കുന്നുണ്ടാകും. എന്താ വെച്ചാൽ നമ്മളിവിടെ നമ്മളെ കുഞ്ഞുങ്ങളുടെ എൻറോൾമെന്റ് ചെയ്യാണ്. ഏതാ വെച്ചാൽ ആ ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ ഏതാണ് ഫിറ്റ് ആവുന്നോ ഇവിടെ നിങ്ങൾക്ക് ഓരോ ഏജ് കാറ്റഗറി ആയിട്ട് ഇവിടെ ലിസ്റ്റുകൾ കാണിക്കുന്നുണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ചാൽ അഥവാ നിങ്ങൾക്ക് 15 വയസ്സിന്റെ മുകളിലാണെങ്കിൽ അതോ 18 വയസ്സിന്റെ മുകളിലാണെങ്കിൽ അവരെ റിലേറ്റഡ് ആയിട്ട് അതിന്റെ അക്കോർഡിംഗ് ഇവിടെ ലിസ്റ്റുകൾ കാണിക്കുന്നുണ്ടാകും. ഡോക്യുമെന്റുകൾ ഏതാണെന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ഫാമിലിയുടെ ആണെന്നോ അതോ നോർമൽ ബേസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആകുന്നോ അതിന്റെ റിലേറ്റഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. എന്താ വെച്ചാൽ ഈ ഒരു എൻറോൾമെന്റ് വന്നിട്ട് ഹെഡ് ഓഫ് ഫാമിലിയിലൂടെ തന്നെ നടക്കും. ഇവിടെ കുഞ്ഞിന്റെ വയസ്സ് വന്നിട്ട് 5 വയസ്സിന്റെ താഴെയാണ്, 7 മാസം തന്നെ. സോ നമുക്ക് ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ കുഞ്ഞ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ഐ ഡി ഇവിടെ സെപ്പറേറ്റ് ആയി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് അഡ്രസ് സെക്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഒരുപാട് ടൈം എന്താവെന്ന് വെച്ചാൽ അവരെ അച്ഛന്റെ അമ്മേരെയും ആധാർ കാർഡിലുള്ള അഡ്രസ് വന്നിട്ട് കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ മെയിൽ ആകൂല, മീൻസ് മാച്ച് ആകൂല. അപ്പോൾ അങ്ങനത്തെ സമയത്തിൽ നിങ്ങളെ എൻറോൾമെന്റ് വന്നിട്ട് റിജക്റ്റ് ആകാൻ സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നിങ്ങളെ കുഞ്ഞിന്റെ ആധാർ കാർഡ് ഉണ്ടാക്കിയാണെങ്കിൽ അപ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛനോ അമ്മേരെ ആരെങ്കിലും അഡ്രസ് ആണെങ്കിൽ അതേ ലൊക്കേഷനിലാണെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ലൊക്കേഷൻ ആണെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് സൈഡിൽ നിന്ന് ഫ്രോഡുകൾ ആവുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ചിലവർ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് വേറൊരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് വന്നിട്ട് വേറെ സ്റ്റേറ്റിലൂടെ ലിങ്ക് ആവുന്ന ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അങ്ങനത്തെ ടൈപ്പിലുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റൂല. അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഏതാണ് അഡ്രസ് ഉള്ളത് അതിന്റെ അക്കോർഡിംഗ് നമുക്ക് അഡ്രസ് ഇവിടെ കൊടുക്കണം. അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഷോർട്ടായിട്ട് അഡ്രസ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് മാത്രം ഇവിടെ കൊടുക്കണമെന്ന് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. പക്ഷേ ഡിസ്ട്രിക്റ്റും ആ ഏരിയ വന്നിട്ട് അതിലുണ്ടാകണം. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഹൗസ് നമ്പർ കൊടുക്കാം. അതിനുശേഷം റോഡ് നെയിം ഇവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ലാൻഡ് മാർക്ക് കൊടുക്കണം. നിങ്ങളെ ഏരിയയുടെ സൈഡിലുള്ള ലാൻഡ് മാർക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഏരിയ അതോ ലൊക്കാലിറ്റി ഇവിടെ കൊടുക്കണം. അതിനുശേഷം ഇവിടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ സ്റ്റേറ്റ് എന്താണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ചൂസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ഡിസ്ട്രിക്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ സബ് ഡിസ്ട്രിക്ട് താലൂക്ക് എന്താണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വില്ലേജ് ഏതാണോ സിറ്റി ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ പോസ്റ്റ് ഓഫീസ് ഏതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രൂഫ് ഓഫ് അഡ്രസ് സെക്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ സെലക്ട് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഡോക്യുമെന്റുകൾ കാണാൻ പറ്റും. അതോ നിങ്ങളുടെ കയ്യിൽ റേഷൻ കാർഡ് ഉണ്ടോ, അതോ SC ST ഡോക്യുമെന്റ് ഉണ്ടോ, അതോ ജോബ് കാർഡ് ഉണ്ടോ, ഇതില്ലാതെ നമ്മളെ ബാങ്ക് പാസ്ബുക്ക് ഉണ്ടായാലും നമ്മളെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായാലും ഇതേപോലെ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ ഹെഡ് ഓഫ് ഫാമിലിയിലൂടെ നമ്മൾ എൻറോൾമെന്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഡോക്യുമെന്റ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് HOFന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കേണ്ട ഓപ്ഷനുകൾ ഇവിടെ കാണിക്കും. ഇവിടെ കുഞ്ഞിന്റെ കൂടെ അച്ഛനോ അതോ അമ്മയോ ആരാണോ എൻറോൾമെന്റിന് വേണ്ടിയിട്ട് കൂടെ പോകുന്നോ അവരത് ഇവിടെ ആധാർ നമ്പർ ഇവിടെ കൊടുക്കണം. അതിനുശേഷം അവരെ ആധാറിൽ എന്താണ് പേര് ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്നോ ആ പേര് ഇവിടെ സെയിം ടു സെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവര് കുഞ്ഞിന്റെ എന്താണ് റിലേഷൻഷിപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫാദർ ആണോ മദർ ആണോ അതോ ലീഗൽ ഗാർഡിയൻ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സെലക്ട് വാലിഡ് പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഡോക്യുമെന്റുകൾ കാണാൻ പറ്റും. പക്ഷേ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഡോക്യുമെന്റ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ റിലേഷൻഷിപ്പിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. നമ്മളിവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം.
നെക്സ്റ്റ് ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മളെ സമ്മറി പേജ് ഇവിടെ കാണുന്നുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെയായിട്ട് ഏതൊക്കെ ഇൻഫർമേഷൻ ഇവിടെ ഫിൽ ചെയ്ത് കൊടുത്തോ അതിന്റെ എല്ലാ ഇൻഫർമേഷൻ ഇവിടെ കാണുന്നുണ്ടാകും. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ മിസ്റ്റേക്ക് ആയിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കണം. എന്റെ കേസിൽ എല്ലാ കാര്യവും കറക്റ്റ് ആണ്. സോ നമുക്ക് ഇവിടെ കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും കൺഫേം എന്ന് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ കാണുമ്പോൾ ഇവിടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് വന്നിട്ട് ഇവിടെ ബുക്ക് ആയിട്ടുണ്ട്. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പൈസ ഒന്നും ചാർജ് ആകൂല. കുഞ്ഞുങ്ങളുടെ എൻറോൾമെന്റ് വന്നിട്ട് ഫ്രീ ആയിട്ട് നടക്കുന്നതാണ്. സോ ഇതിൽ ആയിരിക്കും പൈസ കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇവിടെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് വന്നിട്ട് ബുക്ക് ആയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഡൗൺലോഡ് അക്നോളജ്മെന്റ് ലെറ്ററിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളെ സ്ലിപ്പ് വന്നിട്ട് PDF-ലൂടെ ഓപ്പൺ ആയി വരും. ഇതിൽ എല്ലാ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതേപോലെ ഏത് ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ കാണാൻ പറ്റും. ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെ വെച്ചാൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിങ്ങൾക്ക് ഒരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോകുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ടുപോകണം. അതിനുശേഷം അവരെ കൂടെ അച്ഛനോ അതോ അമ്മയോ ആരാണോ കൂടെ പോകുന്നോ ഹെഡ് ഓഫ് ഫാമിലിയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൂടെ പോകണം. അപ്പോൾ നിങ്ങളെ എൻറോൾമെന്റ് വന്നിട്ട് കംപ്ലീറ്റ് ആകും. സോ ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. ഇതേപോലെയാണ് നിങ്ങളെ പുതിയ എൻറോൾമെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും സമയം വന്നിട്ട് വേസ്റ്റ് ആവില്ല. എന്താ വെച്ചാൽ ഇവിടെ തന്നെ എല്ലാ ഡീറ്റെയിൽസ് ക്ലിയർ ആകുന്നതാണ്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് 5 to 10 minutes എല്ലാം കഴിയുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോകുമ്പോൾ അവിടെ കുറെ ലൈനുകൾ കാണാൻ പറ്റും. അവിടെ ചെയ്യുമ്പോൾ കുറെ ടൈം ആകും. നിങ്ങൾ ആധാർ പ്രോസസ് എല്ലാം സ്റ്റാർട്ട് ആകാൻ വേണ്ടിയിട്ട്, അതേപോലെ എൻറോൾമെന്റ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് എല്ലാം ടൈം ആകും. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ അപ്പോയിന്റ്മെന്റ് എല്ലാം നേരത്തെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് 5 to 10 minutes എല്ലാം കഴിയുന്നതാണ്. അതേപോലെ നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് സ്ലിപ്പിനെ ഡൗൺലോഡ് ചെയ്ത് തന്നെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കൊണ്ടുപോകണം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.